ഒരു വ്യക്തിയുടെ ആത്മീയത ബാഹ്യമായ ഒന്നുകൊണ്ടും അളക്കുവാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം പലരെയും ഞെട്ടിക്കുന്നതാണ്. നാം മറ്റുള്ളവരുടെ ആത്മീയത അളക്കുന്നതും മറ്റുള്ളവർ നമ്മെ അളക്കണമെന്നാഗ്രഹിച്ച് അഭിനയിക്കുന്നതുമെല്ലാം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഏറെ പ്രയോജനം ചെയ്യും. ഉള്ളിൽ ഇല്ലാത്ത ആത്മീയത അഭിനയിക്കുന്നത് അപകടകരം ആകുന്നു. അത് നമുക്കൊരു വിധത്തിലുമുള്ള സംതൃപ്തി നൽകുകയുമില്ല. അതിരിക്കെ തന്നെ മറ്റൊരാളുടെ ആത്മീയത ആ ആൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതമോ സഭയോ സംസ്കാരമോ നോക്കി നാം തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം യഥാർത്ഥ ദൈവമക്കളെ തിരിച്ചറിയുവാനും അവരുമൊത്ത് കൂട്ടായ്മ ആചരിക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നു. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. സകലരെയും ആത്മീയരെന്ന് കാണണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമക്കളായി നാം കാണണം. അവരുമായി സഹകരിക്കണം. അതിന് സഭയോ സംസ്കാരമോ ഒന്നും ഒരു തടസ്സമാകരുത്. അങ്ങനെയുള്ളവർ ആത്മീയമായി വളർന്നിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ആത്മീയ പക്വതയിലേക്ക് നയിച്ചാട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ ഈ സഭയുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ ആത്മീയത അളക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. യാക്കോബ് വലിയ തെറ്റിൽ ചെന്ന് ചാടുന്നത് നാം വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. അത് അവൻ്റെ ആശ്രയം സ്വന്തം ജഡത്തിലായിരുന്നു എന്നതിനാലായിരുന്നു, അല്ലാതെ അവനൊരു ദൈവപൈതൽ ആയിട്ടില്ലായിരുന്നു എന്നതിനാലല്ല. ദൈവം അവനെ വിവിധ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ഒരു വിശ്വാസ മനുഷ്യനാക്കുന്നതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ മറ്റൊരു സംഭവം. ഇന്നത്തെ ജീവസന്ദേശത്തിൽ നാം അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായമാണല്ലോ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞത്. 32 അധ്യായത്തെ യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വിളിക്കാവുന്നതാണ്. ഇവിടെ അവന്റെ ജീവിതത്തിലെ മാറ്റത്തിന്റെ തുടക്കം നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ തന്നെയും യാക്കോബിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ എത്തിച്ചേർന്ന, അതായത് ആ മാനസാന്തരം എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അത് ഒരു വിധത്തിലും ഈ പറഞ്ഞ 32 അധ്യായത്തിലെ വിഷയമല്ല, സംഭവമല്ല. അവൻ ഒരു ജഡമയനായി ജീവിച്ചിരുന്നെങ്കിൽ തന്നെയും ഒരു ദൈവമനുഷ്യനായിരുന്നു. ഇക്കാരണം കൊണ്ടാണ് ഒരു വ്യക്തി ദൈവപൈതലാണോ അല്ലയോ എന്ന് വിധിക്കുന്നതിനു മുൻപ് നാം വളരെ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ബാഹ്യമായ കാഴ്ചപ്പാടിൽ വിശ്വാസികളല്ല എന്ന് നമുക്ക് തോന്നുന്ന പലരും ദൈവമക്കൾ തന്നെയാണെന്ന് എനിക്കുറപ്പുണ്ട്. അവർ ദൈവമക്കളാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന കാര്യമാണ്. അവർ ദൈവമക്കളെപ്പോലെ അഭിനയിച്ചില്ലെന്നിരിക്കും. അവർ അങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവൊന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരാം. ഇവിടെ ഇതാ ഈ മനുഷ്യൻ യാക്കോബ്, അവൻ ഇതുവരെ ജീവിച്ച ജീവിത രീതികളും ശൈലികളും ഒക്കെ നോക്കിയാൽ ഒരു ദൈവ പൈതലാകുന്നു, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ജീവിക്കുന്ന ഒരു ജീവിതമാകുന്നു അവൻ്റേതെന്ന് നമുക്ക് തോന്നത്തക്കവണ്ണം തെളിവൊന്നുമില്ല. ചില വ്യക്തമല്ലാത്ത അവസരങ്ങളിൽ ദൈവം അവന് പ്രത്യക്ഷനാകുകയും അവൻ ഒരു വിധത്തിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയും സാക്ഷിയുമായിരുന്ന യാക്കോബ് ഒരു മോശമായ സാക്ഷിയായിപ്പോയി. ദൈവത്തെ പ്രതിബിംബിക്കേണ്ട അവൻ വാസ്തവത്തിൽ ഇതുവരെ ചെയ്തത് അതല്ല. അവൻ ആ വിധത്തിൽ തുടരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം അവനോട് ഇടപെടുവാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ യാക്കോബിനെ പിടിക്കുവാൻ ദൈവം അവനെ മുടന്തനാക്കും. ദൈവം നമ്മെയും ശിക്ഷണത്തിൽ കൊണ്ടുവരാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, ശിക്ഷയും ശിക്ഷണവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് എബ്രായലേഖനം 12 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പറയുമ്പോൾ വാസ്തവത്തിൽ അത് ശിക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗം മുഴുവൻ നാം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. അതാണ് ദൈവത്തിന്റെ മാർഗം. അവൻ ആ വിധത്തിൽ യാക്കോബിനെ ശിക്ഷണത്തിൽ കൊണ്ടുവരുന്നു. ലോത്തും ഒരു ദൈവപൈതലായിരുന്നു എന്ന് നാം പഠിച്ചപ്പോൾ പ്രത്യേകം പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും ആ ഭാഗം നോക്കി മനസ്സിലാക്കിയല്ലോ.
എന്നാൽ ഒരു ദൈവപൈതലിനെ പോലെ അല്ല അവൻ കാണപ്പെട്ടത്. വാസ്തവത്തിൽ അവൻ നീതിമാനായിരുന്നു എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ലോത്തിനെ തീയിൽ കൂടി തന്നെ ദൈവം കടത്തിവിട്ടു. സൊദോം ഗൊമോരയിലെ തീയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. എന്നാൽ പരിശോധനകളാകുന്ന തീയിലൂടെ ദൈവം അവനെ കടത്തിവിട്ടു. ഇതത്രേ യാക്കോബിന്റെ അനുഭവവും. ഈ അധ്യായങ്ങളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് അതത്രേ. ലാബാന്റെ സ്കൂളിൽ ശരിക്കും യാക്കോബ് പാഠങ്ങൾ പഠിച്ചു. അവൻ പഠിക്കാതിരുന്നതിനെ ലാബാൻ അവനെ പഠിപ്പിച്ചു. അവന്റെ സകല ഉപായങ്ങൾക്കും തന്ത്രങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ യാക്കോബിന് തിരിച്ചടി കിട്ടി. ദൈവം യാക്കോബിനോട് ഇടപെടുവാൻ പോകുന്ന ആ പരീക്ഷണത്തിലേക്കാണ് ഇനിയും നാം വരുന്നത്. അതെ, അവനെ അങ്ങനെ നടത്തിയെങ്കിലേ മതിയാകൂ. കാരണം യാക്കോബ് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനാണ് പോകുന്നത്, ദൈവത്തെ പ്രതിബിംബിക്കുവാൻ. ദൈവം അവനോട് ഇടപെടും, അവനിലൂടെ പ്രവർത്തിക്കും. ഇതൊന്നും ശിക്ഷയായി കാണേണ്ടതില്ല, ശിക്ഷണം മാത്രമാണ്. നന്നായി വരുവാൻ നൽകുന്ന ബാലശിക്ഷ, നന്നാകുവാൻ നേരെയാകുവാനുള്ള വഴി കാണിക്കുക. ഇതാണല്ലോ നാം നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചെയ്യുന്നത്. അതേ പെരുമാറ്റ രീതിയാണ്, പ്രവർത്തന ശൈലിയാണ് ദൈവം ഇവിടെ ഉപയോഗിക്കുന്നത്. 32-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് അതത്രേ. ഈ അധ്യായത്തിന്റെ മുകളിൽ യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം എഴുതുവാൻ ഞാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇതത്രേ യാക്കോബിന്റെ അനുഭവം, യാക്കോബിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി. ഇനിയും ശ്രദ്ധിക്കുക. 32-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ അത് നാം കാണുന്നു. യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീം എന്ന് പേർ ഇട്ടു. യാക്കോബുമായി ദൈവം നേരിട്ടിടപെടുവാൻ പോകുകയാണ്. അവനെ ഫലമുള്ളവനാക്കുവാൻ, ക്ഷമയുള്ളവനാക്കുവാൻ, കൗശലം കൊണ്ടും സ്വന്തം കരവിരുതുകൊണ്ടും ജീവിക്കാതെ ദൈവത്തിന് നല്ല ശുശ്രൂഷയും സാക്ഷ്യവും നൽകുന്നവനാക്കുവാൻ ദൈവം അവനെ ഒരുക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ മാർഗം ശ്രദ്ധിച്ചാലും 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അനന്തരം യാക്കോബ് ഏദോം നാടായ സേയീർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, എന്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവിൻ, നിന്റെ അടിയൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാന്റെ അടുക്കൽ പരദേശിയായി പാർത്ത് ഇന്ന് വരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസീദാസന്മാരും ഉണ്ട്. നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനനെ അറിയിപ്പാൻ ആളയക്കുന്നത്. യാക്കോബ് ഇപ്പോഴും ഉപായി തന്നെയാണ്, ഇല്ലേ? ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലേ? അത് അങ്ങനങ്ങ് കളയുവാൻ അവന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സില്ലാത്തത് കൊണ്ടാണല്ലോ സാധിക്കാത്തത്. അതെ, ലാബാനുമായുള്ള ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ടും യാക്കോബ് അവന്റെ തന്ത്രങ്ങൾ വിടുന്നില്ല. പലപ്പോഴും നാമും ഇങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ ഇതാ യാക്കോബ് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരികയാണ്. അവൻ ഒടുവിലായി ഏശാവിനെ കണ്ട രംഗം ഓർക്കുന്നുണ്ടോ? 20 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഏശാവ് യാക്കോബിനെതിരെ ഭീഷണി മുഴക്കി നടക്കുകയായിരുന്നു. യാക്കോബ് ദൂതന്മാരെ ഏശാവിന്റെ അടുത്തേക്ക് ഇപ്പോൾ പറഞ്ഞയക്കുന്നത് ശ്രദ്ധിക്കുക. എന്റെ യജമാനനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, എന്റെ യജമാനൻ. അത് കൊള്ളാമല്ലേ? എന്നിട്ട് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ, നിന്റെ അടിയൻ യാക്കോബ്. പണ്ട് യാക്കോബ് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ല. അവൻ ജ്യേഷ്ഠാവകാശം കൈയടക്കുവാൻ ഏശാവിനെ വശീകരിച്ചു, മാത്രമല്ല അനുഗ്രഹം മോഷ്ടിക്കുകയും ചെയ്തു. അവൻ വാസ്തവത്തിൽ വഷളനായിരുന്നു യാക്കോബ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചോ, എന്റെ യജമാനനായ ഏശാവ്, നിന്റെ അടിയൻ യാക്കോബ്. എന്തൊരു വിനയം, എന്തൊരു സൗമ്യതയില്ലേ? ഇത് കാര്യം കാണുവാനുള്ള കഴുതക്കാല് പിടുത്തമാകുന്നു എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇത്ര പെട്ടെന്നൊരു മാറ്റം ഇവനിൽ വരുവാൻ ഇതിനോടകം ഒന്നും സംഭവിച്ചിട്ടില്ലുണ്ടോ? തന്റെ സഹോദരൻ ഏശാവിനെ നേരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാവുന്ന യാക്കോബ് തനിക്ക് മുൻപേ ദൂതന്മാരെ ഏശാവിന്റെ അടുത്തേക്ക് അയക്കുന്നത് ബുദ്ധിപൂർവമായ ഒരു പ്രവർത്തനം തന്നെയാണ്. എന്നാൽ അതിനുശേഷം ചെയ്തത് വെറും തന്ത്രം മാത്രമാകുന്നു എന്ന് വ്യക്തമാണ്. തന്റെ വിഷമ സാഹചര്യം മൊത്തം തന്നോട് വാക്ക് പറഞ്ഞ
തന്നെ കാത്തുസൂക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്വന്തം തന്ത്രങ്ങളെ മെനയുന്നതിൽ നിന്നും ഒഴിഞ്ഞിരിക്കണമായിരുന്നു യാക്കോബ്. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാകുന്നല്ലോ ഈ യാക്കോബ്. അങ്ങനെയുള്ള ഒരുവനിൽ നിന്നും ഇത്തരത്തിലൊരു സൂത്രപ്പണി ഒരിക്കലും പാടില്ലായിരുന്നു. ഏശാവിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത് നല്ലത്. എന്നാൽ ഏശാവിനെ എന്റെ യജമാനെന്നും തന്നെ തന്നെ നിന്റെ ദാസനെന്നും സംബോധന ചെയ്തതും ഒരു വലിയ സമ്മാനം നൽകി ഏശാവിനെ വശത്താക്കുവാൻ ശ്രമിച്ചതും ഇന്നും യാക്കോബ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നില്ല എന്നത്ര കാണിക്കുന്നു. സുഹൃത്തെ, ജീവിതത്തെ ഭയപ്പാടോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? തത്രപ്പാടിൽ കൂടുതൽ കൂടുതൽ മണ്ടത്തരം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ? എന്നാൽ തുടർന്ന് ശ്രദ്ധിക്കൂ, ദൈവത്തിന് താങ്കളോട് സംസാരിക്കുവാനുണ്ട്. 32 അധ്യായത്തിന്റെ 6 വാക്യം ഞാനൊന്ന് വായിക്കാം. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അയ്യയ്യോ, ഈ വാർത്ത കേട്ട് യാക്കോബിന്റെ മുട്ടടിച്ചു കാണും. അതോടുകൂടെ സംഭവിക്കുന്നതെല്ലാം സംഭവിച്ചു കാണും. ഏശാവിന്റെ ഈ വരവ് എന്തിനാണെന്ന് ആർക്കറിയാം? അതും 400 ആളുമായി. 20 വർഷമായി താൻ ആരെ ഭയപ്പെട്ടൊളിച്ചിരുന്നുവോ ആ വ്യക്തിയെ ഇതാ അവൻ നേരിടുവാൻ പോകുന്നു. തന്റെ ഉദ്ദേശം ഏശാവ് യാക്കോബിന്റെ ദാസന്മാരോട് പറഞ്ഞുമില്ല. പോയി വന്ന ഈ ദാസന്മാരെ യാക്കോബ് ശരിക്കും ചോദ്യം ചെയ്തു കാണും എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അവന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? അവന്റെ സംസാരം എങ്ങനെയായിരുന്നു? അവന് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ സംസാരിച്ചോ? ഇങ്ങനെ ഒരു 100,000 സംശയങ്ങൾ സാധാരണ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ തൊടുന്നതെല്ലാം സംശയമായിരിക്കുമല്ലോ. ഏതായാലും യാക്കോബ് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഭയം കൊണ്ട് അവന്റെ മുഖം വിളറിക്കാണും. താൻ ഉപദ്രവിച്ച, താൻ വഞ്ചിച്ച, കഴിഞ്ഞ 20 വർഷമായി യാതൊരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ലാത്ത ഒരാൾ 400 ആളുമായി തന്നെ നേരിടാൻ വരുന്നു എന്ന് കേട്ടാൽ ഏതും മനുഷ്യനാണ് പേടിക്കാത്തത്? ഏറ്റവും മോശമായത് മാത്രം തന്റെ സഹോദരനിൽ നിന്നും പ്രതീക്ഷിച്ച് യാക്കോബ് വേറൊരു തന്ത്രം മെനയുകയാണ്. കുറ്റബോധമുള്ള ഒരു മനസാക്ഷി എപ്പോഴും നമുക്ക് നൽകുന്നത് സാഹചര്യത്തിന്റെ ഒരു ഇരുണ്ട ചിത്രം മാത്രമാണെന്ന് മറക്കരുത്. 7-8 വാക്യങ്ങൾ നോക്കിക്കാട്ട്. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. താനൊരു വല്ലാത്ത അവസ്ഥയിലാണെന്നത്ര യാക്കോബ് കരുതുന്നത്. ഭയം കൊണ്ട് തിങ്ങിയ ഹൃദയത്തിൽ നിന്നും വിശ്വാസത്തെ പുറന്തള്ളുമ്പോൾ പിന്നെ സ്വന്തം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുവാനും മാത്രമേ ഒരാൾക്ക് കഴിയൂ. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഒരിക്കൽ സുപ്രസിദ്ധ സുവിശേഷകനായിരുന്ന D.L. മൂഡിയോട് ഒരു സ്ത്രീ ഇപ്രകാരം പറഞ്ഞു: എന്റെ ഭയത്തെ അതിജീവിക്കുവാൻ ഞാൻ അതിമനോഹരമായൊരു വാക്യം കണ്ടുപിടിച്ചു. 56-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യമാണത്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അതിന് മറുപടിയായി മൂടി പറഞ്ഞു: അയ്യോ, അതിനേക്കാൾ നല്ല വാക്യമുണ്ടല്ലോ, ഞാൻ തരാമല്ലോ. യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം: യഹോവ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എത്ര വാസ്തവമില്ലേ? വിശ്വാസത്താൽ മുൻപോട്ടു പോകുന്ന ദൈവമക്കൾ ശത്രുവിനെയോ തങ്ങളുടെ വഴിയിൽ വരുവാൻ പോകുന്ന ഏതൊരു ദുർവാർത്തയെയോ ഭയപ്പെടേണ്ടതില്ല. 112-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല, അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. എന്നെ വളരെ സഹായിച്ചിട്ടുള്ള മറ്റൊരു വാക്യമാണ് 125-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. എന്നാൽ ഇവിടെ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയവശനായി എന്നത്ര നാം വായിക്കുന്നത്. ദൈവം യാക്കോബിന് ധൈര്യം നൽകി. ദൈവം അവനെ ധൈര്യപ്പെടുത്തി. അവന് കാണിച്ചു കൊടുത്ത ദൈവത്തിന്റെ സേനയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം യാക്കോബ് സ്വന്തം കൗശലം ഉപയോഗിച്ച് തന്ത്രം മെനയുകയാണ്.
വീണ്ടും അതത്ര അവൻ ചെയ്യുന്നത്. ഇതവൻ്റെ രക്തത്തിൽ കലർന്നു കിടക്കുന്നതാണെന്നല്ലാതെ എന്തു പറയാനാണ്? അവൻ്റെ സഹോദരൻ അവൻ്റെ നേരെ വരുന്നതിനാൽ യാക്കോബ് തനിക്കുള്ളതിനെ മൊത്തം 2 കൂട്ടമായി വിഭജിക്കുന്നു. ഏശാവ് ഒരു കൂട്ടത്തെ ആക്രമിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടി രക്ഷപ്പെടാമല്ലോ എന്നത്ര യാക്കോബ് ചിന്തിച്ചത്. അഭ്യാസികളായ 400 ആളുമായി വരുന്നവനെ നേരിടുവാൻ ഈ പറഞ്ഞത് ഒരു മോശം പദ്ധതിയാണല്ലേ? ഇതൊരിക്കലും ശരിയാകില്ല. ആദ്യം കണ്ട ആ 2 കൂട്ടത്തെ മാത്രം നിർത്തുന്നതായിരുന്നു കൂടുതൽ ബുദ്ധി. അതെ, ദൈവദൂതന്മാരുടെ സേനയും തൻ്റെ കൂടെയുള്ളവരും. അതെ, അതായിരുന്നു വേണ്ടത്. ഇവൻ ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിച്ചിട്ടില്ല. ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും സ്വന്തം തന്ത്രങ്ങൾ ആവിഷ്കരിക്കില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും സ്വന്തം തന്ത്രങ്ങൾ ആവിഷ്കരിക്കില്ല. യാക്കോബ് ഇനിയും ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. തൻ്റെ വേദനയിലും പ്രതിസന്ധിയിലും യാക്കോബ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. 9ഉം 10ഉം വാക്യങ്ങൾ. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെയും ദൈവമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇതാ ഈ മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. അവൻ കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിക്കുകയാകുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഒരല്പം വ്യത്യാസം കാണുന്നുണ്ട്. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഇതാദ്യമായിട്ടാണ് യാക്കോബിന്റെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം നാം ശ്രദ്ധിക്കുന്നത്. താൻ ദൈവം മുൻപാകെ ഒരു പാപിയായിരിക്കുമെന്ന് ആദ്യമായി യാക്കോബ് അംഗീകരിക്കുന്നു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരിൽ നല്ല ഒരു കൂട്ടം തങ്ങൾ പാപികളാണെന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? പാപബോധമില്ലാത്തതാണ് അനേകരുടെയും ജീവിത പരാജയം തന്നെ. നിങ്ങളൊരു പാപിയാകുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അരിശം പൂണ്ടിരുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. താൻ ചെയ്തതെല്ലാം അയാൾ എന്നോട് പറഞ്ഞു. അയാൾ ഇന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും പാപി അല്ലെന്നുമാണ് അയാളുടെ വാദം. പ്രിയ സുഹൃത്തെ, ആ വ്യക്തി ഒരു പാപി തന്നെയാണ്. നാം എല്ലാം പാപികളാണ്. നമ്മുടെ രക്ഷ വാസ്തവത്തിൽ സ്ഥാനീയമാണ്. നീതിമാന്മാർ നാം ആയിത്തീർന്നത് ദൈവം നമ്മെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്രയും കാലം നമുക്ക് ആ പഴയ സ്വഭാവമുണ്ട്. അതെ, സ്വർഗത്തിൽ പോകുവാൻ ഒട്ടും ഉതകാത്ത ആ സ്വഭാവം. അത് സ്വർഗത്തിൽ കടക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. ജോർജ് ഫിലിപ്പിന് അവിടെ പോകുവാൻ സാധ്യമല്ല ഈ സ്വഭാവം കൊണ്ട്. അതുകൊണ്ടത്ര ദൈവം എനിക്കൊരു പുതിയ സ്വഭാവം നൽകേണ്ടി വന്നത്. പഴയത് റിപ്പയർ ചെയ്യുവാൻ പോലും പ്രയാസമായി പോയതാണ്. അത്ര തകർന്നിരിക്കുകയാണ്. ഇവിടെ ഇതാ യാക്കോബ് പറയുവാൻ തുടങ്ങിയിരിക്കുന്നു, താൻ അപാത്രമത്രയെന്ന്, അയോഗ്യനാകുന്നെന്ന്. ഈ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ദൈവത്തോട് അടുത്തു വരുമ്പോൾ ദൈവം ആ വ്യക്തിയോട് ഇടപെടുന്നതായി നമുക്ക് കാണാവുന്നതത്രേ. യാക്കോബ് ഇവിടെ ഇതാ ഈ രസകരമായ പ്രസ്താവന നടത്തുന്നു. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു വടിയോടുകൂടി പോയവൻ 2 വലിയ കൂട്ടമായി തീർന്നിരിക്കുന്നു. അവന്റെ സമ്പത്തിന്റെ വലിപ്പമാണ് ഇവിടെ കാണിക്കുന്നത്. 11ഉം 12ഉം വാക്യങ്ങളിൽ, എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നീയോ, ഞാൻ നിന്നോട് നന്മ ചെയ്യും, നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ടും എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരുളി ചെയ്തുവല്ലോ. യാക്കോബ് വാസ്തവത്തിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രി അവന് വളരെയേറെ വേദനയുണ്ടായ ഒരു രാത്രിയായിരുന്നു.
ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ കരയുകയാണ്. നാമും പലപ്പോഴും അങ്ങനെയാണല്ലോ. നാം മുഴുവൻ തെറ്റിയാലും ദൈവം പറഞ്ഞതെല്ലാം അതുപോലെ നിറവേറ്റണം എന്നത്ര നമ്മുടെ വാദം. ഏതായാലും പിറ്റേ ദിവസം വളരെ ഔദാര്യമനസ്കനെ പോലെ യാക്കോബ് ഏശാവിനൊരു സമ്മാനം തയ്യാറാക്കി. 15 വാക്യം വരെയുള്ള ഭാഗത്ത് അതത്രേ നാം കാണുന്നത്. പിന്നീട് അവൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചാട്ടെ. 16 വാക്യത്തിൽ തന്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തന്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതത് കൂട്ടത്തിനു മധ്യേ ഇടയിടുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇത് യാക്കോബ് വീണ്ടും തന്ത്രം ആവിഷ്കരിക്കുന്നു. ഇതെത്ര ചെയ്താലും പോകാത്ത ഒരു വിധമാണെന്ന് തോന്നുന്നല്ലേ. അവൻ ആദ്യം ഒരു സമ്മാനം തന്റെ സഹോദരന് കൊടുത്തയക്കും. അതെ, വളരെ വില കൂടിയൊരു സമ്മാനം. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ വിലയൊന്ന് കൂട്ടാം. ഇനിയും ആ സമ്മാനം ചെല്ലുമ്പോൾ ഏശാവ് ചോദിക്കും, ഇതെന്താ? അതുമായി ചെല്ലുന്ന ദാസന്മാർ അപ്പോൾ പറയും, ഞങ്ങൾ നിന്റെ സഹോദരനായ യാക്കോബിൽ നിന്നും നിനക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരികയാണ്. ഏശാവ് അത് സ്വീകരിച്ചിട്ട് അല്പം മുൻപോട്ട് ചെല്ലുമ്പോൾ അതുപോലെ തന്നെ വേറൊരു സമ്മാനം. അപ്പോൾ അവൻ അത് കൊണ്ടുചെല്ലുന്ന ദാസന്മാരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോകുകയാണ്? അവർ അതിന് മറുപടി പറയും, ഞങ്ങൾ ഏശാവിനെ കാണുവാൻ പോകുകയാണ്. അവന്റെ സഹോദരൻ യാക്കോബ് തന്നയച്ച സമ്മാനങ്ങൾ അത്ര ഇത്. അപ്പോൾ അവൻ പറയും, ഞാനാണ് ഏശാവ്. അങ്ങനെ യാക്കോബും കുടുംബവും ആയിരിക്കുന്നിടത്ത് എത്തുമ്പോഴേക്കും ഏശാവ് ആകെ തണുക്കും. എങ്ങനെയുണ്ട് യാക്കോബിന്റെ പരിപാടി? യാക്കോബ് കഴിഞ്ഞ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തെ അന്നേരം ഓർമ്മിപ്പിച്ചത്, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്ത യഹോവേ എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചോ? ഇല്ല. അവൻ മുൻപോട്ട് പോയി സ്വന്തമായി ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇത് വെളിപ്പെടുത്തുന്നത് അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് തന്നെയാണ്. നാമും പലപ്പോഴും ഇതേ സ്ഥിതിയിലല്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നാം നമ്മുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തിവെക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ആ ഭാരങ്ങളെല്ലാം നമ്മുടെ ചുമലിലേറ്റി അങ്ങനെ വ്യാകുലപ്പെട്ട് നടക്കും. വാസ്തവത്തിൽ നാം ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. അവനിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കുന്നില്ല. ചിന്തിക്കൂ, നാം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പദ്ധതികൾ സ്വയം ആവിഷ്കരിക്കുമ്പോൾ തത്രപ്പെട്ട് ഓടുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ടെന്താ, ഭാരമൊഴിഞ്ഞ ഒരു നിമിഷം പോലുമില്ല. ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെ ഏറെ ചിന്തിപ്പിക്കുന്ന വിഷയമായിരുന്നു ഇല്ലേ? ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു ദൈവപൈതലിനോട് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് നാം കണ്ടു. നാം ക്രമീകരിക്കുന്ന പ്ലാനുകളും പദ്ധതികളുമെല്ലാം പൊളിയും. അവയെല്ലാം അതുപോലെ തന്നെ ദൈവ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കൂ. എന്നിട്ട് ശാന്തമായിരിക്കൂ. നിങ്ങളുടെ ഭയങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾ, ഇവയെല്ലാം ദൈവത്തോടുകൂടെ ക്രമീകരിച്ചാട്ടെ. നിങ്ങളുടെ ഭയവും ഭാരവും എല്ലാം ദൈവത്തോട് തുറന്നു പറയും. ദൈവം നിങ്ങളെ സഹായിക്കും. യാക്കോബിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു വലിയ പാഠമാകുന്നു. ഇവിടെ പ്രശ്നക്കാരൻ യഥാർത്ഥത്തിൽ ജ്യേഷ്ഠൻ ഏശാവല്ല, യാക്കോബ് തന്നെയാണ്. ഇതല്ലേ താങ്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും? അതുകൊണ്ട് തന്നെ ദൈവം യാക്കോബിൻ്റെ ജീവിതത്തിൽ ആകുന്നു പ്രവർത്തിക്കുന്നത്. നമുക്കും അങ്ങനെ വേണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണേ എന്ന് നമുക്ക് താഴ്മയോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് വീണ്ടും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞും അനുവദിച്ചും സംഭവിക്കുന്നതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കായി തീരും എന്നുള്ള ഉറച്ച വിശ്വാസം നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നൽകണമേ. കർത്താവേ, നീ ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ആ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് നൽകി സഹായിക്കണമേ.
ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ കൂടുതൽ കൂടുതൽ വളർന്നു വരുവാൻ അവർക്ക് നീ സഹായിക്കണമേ. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം.